വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട 17 കണക്ടിവിറ്റികളാണ് വരാൻ പോകുന്നത്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കൊച്ചി മെട്രോ. UDF-ന്റെ കാലത്ത് ഏതാ ഉദ്ഘാടനം ചെയ്തത്? മുട്ടത്തുണ്ടായിരുന്ന യാർഡിൽ ഒരു വണ്ടി ഓടിച്ചല്ലേ കാണിച്ചത്? ഇപ്പോൾ ഇത് രണ്ടാം ഘട്ടം തൃപ്പൂണിത്തുറ വരെ നീട്ടിയിരിക്കുന്നു. കൊച്ചി മെട്രോ പൂർണ്ണമായും പൂർത്തിയാക്കിയതും രണ്ടാം ഘട്ടം വികസനം പൂർത്തിയാക്കിയിരിക്കുന്നതും പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. എയർഫോഴ്സിന്റെ ഒരു വിമാനമല്ലേ കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്? അത് ഇറങ്ങുന്നത് കാണുമ്പോൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കാൻ പോകുന്ന വിമാനം ഇറങ്ങുന്നത് പോലെ ഒരു വരവായിരുന്നു എയർഫോഴ്സിന്റെ വരവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്യാനും അവിടെ ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന സംവിധാനമായി മാറി. അപ്പോൾ കണ്ണൂർ എയർപോർട്ട് ആവട്ടെ, കൊച്ചി മെട്രോ ആവട്ടെ, ഉപേക്ഷിക്കപ്പെട്ട ഗെയിൽ പദ്ധതി, UDF സർക്കാരിന്റെ കാലത്ത് ഗെയിൽ പദ്ധതി ഉപേക്ഷിച്ചതല്ലേ? ഇവിടെ ഒരു BJP-യുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ, മുൻ സംസ്ഥാന അധ്യക്ഷനല്ലേ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിൽ ഈ സർക്കാരിനെ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞത്? ഗെയിൽ പദ്ധതി നടപ്പിലായി എന്ന് മാത്രമല്ല, അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി ഗ്യാസ് ഏജൻസിയുടെ ഭാഗമായി കണക്ഷന്റെ ഭാഗമായിട്ട് ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫ്ളാറ്റുകളിലും ഗ്യാസ് കണക്ഷൻ എത്തുന്ന സാഹചര്യമുണ്ടായി. അത് കൊച്ചിയിലെ ആളുകൾ അനുഭവിച്ചറിയുന്നു. ഗെയിൽ പ്രോജക്ട് നടപ്പിലാക്കപ്പെട്ടു. ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ ഒരു നേട്ടമായി സർക്കാർ എടുത്തു പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഇടമൺ കൊച്ചി പവർ ഹൈവേ, അത് കർഷകർക്കും വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറിയ പ്രോജക്റ്റ് അല്ലേ? അതും ഉപേക്ഷിച്ചതായിരുന്നില്ലേ UDF ഉപേക്ഷിച്ചു പോയ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ ദേശീയപാത വികസനം നമ്പർ 1, നമ്പർ 2 ഗെയിൽ പദ്ധതി, നമ്പർ 3 ഇടമൺ കൊച്ചി പവർ ഹൈവേ. ഇനി കൊച്ചി ബംഗളൂർ ഇടനാഴി, വ്യവസായ ഇടനാഴി, IT കോറിഡോർ, പുതുവൈപ്പിൻ LPG ടെർമിനൽ ഉപേക്ഷിച്ചു പോയ പദ്ധതിയല്ലേ? ആ പദ്ധതി വീണ്ടും ഏറ്റെടുത്ത് നടപ്പാക്കുകയല്ലേ? മലയോര ഹൈവേ, ഇന്ന് പണി ഏകദേശം 70% പൂർത്തിയായിരിക്കുന്ന തീരദേശ ഹൈവേ, അതേപോലെ K-ഫോൺ, വാട്ടർ മെട്രോയിൽ കഴിഞ്ഞ നാളുകൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്ന 40 ലക്ഷത്തോളം യാത്രക്കാർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വാട്ടർ മെട്രോ വലിയ പ്രോജക്റ്റ് ആയിരുന്നില്ലേ ഇടത് സർക്കാരിന്റെ? ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. തൊഴിൽ മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ രാജ്യത്തെ മൊത്തം PSC-കൾ എടുത്ത് നടത്തിയ നിയമനം നോക്കിയാൽ 42% നടന്നിരിക്കുന്നത്. മൊത്തമുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും PSC-യും UPSC-യും കൂടി എടുത്തു നോക്കിയാൽ അവിടെ നടത്തിയ നിയമനങ്ങളിൽ 42% നിയമനം നടന്നിരിക്കുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്. ഏതെങ്കിലും കാലത്ത് ഇത് അവകാശപ്പെടാൻ പറ്റുമോ? ക്ഷേമ പെൻഷന്റെ കാര്യത്തിലോ UDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തത് എത്ര പേർക്കാ? 32 ലക്ഷം. എത്ര വെച്ചാ? 600 വെച്ച്. എത്രയാ മാസം ചെലവാക്കിയിരുന്നത്? 205 കോടി. മൊത്തം 5 വർഷത്തെ കാലയളവിൽ ചെലവാക്കിയത് എത്ര? 9,000 കോടി. LDF സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് കിട്ടുന്നത് എത്ര? 1,600 രൂപ. ഒരു മാസം ചെലവാക്കുന്നത് എത്ര? 900 കോടി. മൊത്തം 9 വർഷം കൊണ്ട് ചെലവാക്കിയത് എത്ര? 72,000 കോടി. UDF സർക്കാരിന്റെ കാലത്തെ 9,000 കോടി എവിടെ നിൽക്കുന്നു? പിണറായി സർക്കാരിന്റെ കാലത്തെ 72,000 കോടി എവിടെ നിൽക്കുന്നു? UDF സർക്കാരിന്റെ കാലത്തെ 205 കോടി എവിടെ നിൽക്കുന്നു? LDF സർക്കാരിന്റെ കാലത്ത് 900 കോടി രൂപ എവിടെ നിൽക്കുന്നു? UDF സർക്കാരിന്റെ കാലത്തെ 600 രൂപ എവിടെ നിൽക്കുന്നു? LDF സർക്കാരിന്റെ കാലത്തെ 1,200 രൂപ എവിടെ നിൽക്കുന്നു? ആശാ വർക്കർമാർ 1000 രൂപയായിരുന്നില്ലേ UDF കടന്നു പോകുമ്പോൾ? ഇപ്പോൾ 9 വർഷം കൊണ്ട് 7,000 ആയി വർദ്ധിപ്പിച്ചില്ലേ? ആ വർധനമടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ സർക്കാരിന്റെ 4ാമത്തെ വാർഷികാഘോഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആഘോഷത്തിന് തീർച്ചയായും സാധ്യതയുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. ഒരഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന്. അതായത് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ, ഏതെങ്കിലും ഒരു ഈ സർക്കാരിന്റെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാതെ പോയ 9 വർഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. ആ അർത്ഥത്തിൽ മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളത്തിന്റെ ഒരു ക്രെഡിറ്റ് 4 വർഷം പിന്നിടുമ്പോൾ പിണറായി സർക്കാരിനുണ്ട്.